നമസ്കാരം, ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. താന്യം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് ഇടവിള കിറ്റ് വിതരണം നടത്തി. താന്യം കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, വാർഡ് മെമ്പർമാരായ ആൻഡോ തൊറയൻ, സനിത സജൻ, ശ്രീകല സന്തോഷ്, കൃഷി ഓഫീസർ രൺദീപ് കെആർ എന്നിവർ സംസാരിച്ചു. കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ ശ്രീജ ശ്രീനിവാസ്, ഗോപാലകൃഷ്ണൻ വി, നന്ദന ടി എ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് രംഗതാര കലാസമിതിയുടെ നേതൃത്വത്തിൽ നാടകോത്സവത്തിന് തുടക്കമായി. സംവിധായകൻ സത്യൻ അന്തിക്കാട് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. കലാസമിതി പ്രസിഡന്റ് ഇ.ജി. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോണി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി രാമൻ, ജനറൽ കൺവീനർ ജോസ് തട്ടിൽ, ജോയിന്റ് കൺവീനർമാരായ എൻ ബാലഗോപാലൻ, സെബിൻ തട്ടിൽ എന്നിവർ പങ്കെടുത്തു. ടി പി കുര്യൻ, ഷഫീർ കെ എ, രാമചന്ദ്രൻ പള്ളിയിൽ, സാജൻ ഇയാനി, പി സി മോഹനൻ, ഗോപി ചേർത്തടത്ത്, രവി, ഭാസ്കരൻ, ജോസ്, അസീസ്, ഷാനവാസ് അന്തിക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ ചിറക് അരങ്ങേറി. ഏനാമാവ് വള്ളയംകെട്ട് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുക, ഉപ്പുകയറി കൃഷി നശിച്ച കർഷകർക്ക് അർഹമായ സഹായം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏനാമാവ് മുല്ലശ്ശേരി കർഷക കൂട്ടായ്മ നെഹ്റു പാർക്കിങ്ങിന് മുന്നിൽ ധർണ നടത്തി. പൊണ്ണമുത കോൾപ്പടവ് സൊസൈറ്റി ഡയറക്ടർ കെ.ഐ. ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി. പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം കൊച്ചപ്പൻ വടക്കൻ, വിവിധ പടവ് ഭാരവാഹികളായ വി. ഡി. യേശുദാസ്, രാജൻ മരക്കാത്ത്, കെ. പി. ജോസഫ്, ടി. ഐ. ജോബി, എൻ. ആർ. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിലെ എസ്.സി. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മേശയും കസേരയും പ്രീ പ്രൈമറി സ്കൂളിനുള്ള ഫർണിച്ചറുകളുമാണ് വിതരണം ചെയ്തത്. പെരിങ്ങോട്ടുകര GHS LP സ്കൂളിൽ വെച്ച് താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, വാർഡ് അംഗങ്ങളായ ആൻഡോ തൊറയൻ, സനിത സജൻ, ശ്രീകല സന്തോഷ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീദേവി എന്നിവർ സംസാരിച്ചു. 1,75,000 രൂപ SC ഫർണിച്ചർ പദ്ധതിക്കും 1,19,000 രൂപ പ്രീ പ്രൈമറി സ്കൂളിന് ഫർണിച്ചറുകൾക്കുമാണ് ചെലവഴിച്ചത്. ബാലസംഘം താന്യം തെക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലദിന ഘോഷയാത്രയും ബാലാവകാശ സംഗമവും നടത്തി. സരയൂ തീരത്ത് നടന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം തെക്ക് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ജിതിൻ അധ്യക്ഷത വഹിച്ചു. കവികളായ കെ. ദിനേശ് രാജ, ഷാജിദ സലീം എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ഷനിൽ നാടൻ പാട്ടുപാടി. മേഖലാ സെക്രട്ടറി ശ്രേയ സുരേഷ്, കൺവീനർ TV പ്രദീപ് കുമാർ, കോർഡിനേറ്റർ സതി ജയചന്ദ്രൻ, VM കരീം, MV മുകേഷ്, സീനത്ത് മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ബാലസംഘം 85ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നാട്ടിക വില്ലേജ് കമ്മിറ്റി ബാലദിന ഘോഷയാത്രയും പൊതുയോഗവും സംഘടിപ്പിച്ചു. നാട്ടികയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തൃപ്രയാറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം കൺവീനർ AM ദിൽഷാദ് അധ്യക്ഷനായി. ബാലസംഘം പ്രസിഡന്റ് കൃഷ്ണകാന്ത്, സെക്രട്ടറി ആവണി, രജനി ബാബു, തുളസീദാസ് എന്നിവർ സംസാരിച്ചു. ബാലാവകാശ പ്രഖ്യാപനവും മാലിന്യമുക്ത നവകേരളം പ്രതിജ്ഞയും ഇതോടനുബന്ധിച്ച് നടന്നു. ബാലസംഘം രൂപീകരിച്ചതിന്റെ 85ാം വാർഷികത്തിന്റെ ഭാഗമായി ബാലസംഘം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാലദിനം ആഘോഷിച്ചു. അന്തിക്കാട് ആൽ സെന്ററിൽ നിന്നും കുട്ടികളുടെ വർണ്ണാഭമായ ഘോഷയാത്ര ആരംഭിച്ചു. തുടർന്ന് അന്തിക്കാട് സെന്ററിൽ വെച്ച് നടന്ന പൊതുയോഗം ബാലസംഘം ജില്ലാ ജോയിന്റ് കൺവീനർ നൌമി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം സെക്രട്ടറി ധ്യാൻ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ അഭിലാഷ്, KV രാജേഷ്, ജ്യോതി രാമൻ, സുജിത്, ഗായത്രി, ശ്രീഹരി എന്നിവർ സംസാരിച്ചു. സ്വാലിഹ് ബാലാവകാശ രേഖ അവതരിപ്പിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ദിലീപ്, പ്രദീപ് കുമാർ, വൈശാഖ്, വിനീഷ് രാജ് എന്നിവർ നേതൃത്വം നൽകി. ബാലസംഘം രൂപീകരണത്തിന്റെ 85ാം വാർഷിക ദിനം വാടാനപ്പള്ളി ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം സെക്രട്ടറി നിഹിര അധ്യക്ഷത വഹിച്ചു.
ടി.എൻ. ഉദയകുമാർ, സൂര്യശ്രീ പി.എസ്., സുരേഷ് മഠത്തിൽ, ശാന്തി ബാസി, സി.എം. നിസാർ, വി.എ. ഷാജുദ്ദീൻ, കെ. അനിൽകുമാർ, ബീന, ഷെല്ലി, സുധാ ദേവി, ബേബി രതീഷ്, എം.പി. ഭാസ്കരൻ, വി.ആർ. ഷിജിത്ത്, ശ്രീകല ദേവാനന്ദ്, ഷൈജ ഉദയകുമാർ, ഷീല സോമൻ, കൃഷ്ണശ്രീ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിനായി കിലയുടെ നേതൃത്വത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കും നിർവഹണ ഉദ്യോഗസ്ഥർക്കുമായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വിവിധ മേഖലകളിലെ വിഷയങ്ങൾ ശില്പശാലയിൽ ചർച്ച ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.സി. പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സി.എം. നിസാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ടെസി സി.ഡി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, പഞ്ചായത്ത് മെമ്പർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കില റിസോഴ്സ് പേഴ്സൺ പ്രൊഫസർ എം.വി. മധു ക്ലാസിന് നേതൃത്വം നൽകി. പടിയം സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച 2ാമത് ജില്ലാതല ഹൈസ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ചാമ്പ്യന്മാരായി. തൃത്തല്ലൂർ കമല നെഹ്റു ഹൈസ്കൂളിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിയാണ് പഴുവിൽ സെന്റ് ആന്റണീസ് സ്കൂൾ ചാമ്പ്യന്മാരായത്. അന്തിക്കാട് ഹൈസ്കൂളാണ് 3ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 1ാം സ്ഥാനക്കാർക്ക് 25,000 രൂപയും ട്രോഫിയും 2ാം സ്ഥാനക്കാർക്ക് 15,000 രൂപയും ട്രോഫിയും നൽകി. സമാപന സമ്മേളനം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സി. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. പടിയം സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് ഇക്ബാൽ മുറ്റിച്ചൂർ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് എസ്.എച്ച്.ഒ. പി.കെ. ദാസ് സമ്മാനദാനം നടത്തി. കേരള സംസ്ഥാന ഭിന്നശേഷി ബെസ്റ്റ് സ്റ്റേറ്റ് റോൾ മോഡൽ പുരസ്കാരത്തിന് അർഹയായ അനീഷ അഷ്റഫിനെ ചടങ്ങിൽ ആദരിച്ചു. ദി UAE അന്തിക്കാട്സ് പ്രതിനിധി ജിനേഷ് മൂത്തേടത്ത്, സുമേഷ് അപ്പുക്കുട്ടൻ, ദിനേഷ്, സി.വി. ബാബു, PSA സെക്രട്ടറി റിനീഷ്, ജോയിന്റ് കൺവീനർ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. വി. ബാബു, ബിജു, ബിനു വാലത്ത്, സുധൻ പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി. മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് കലാമണ്ഡലം നയനൻ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു. തുടർന്ന് അത്താഴപൂജ, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകളും നടന്നു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് രാമൻ ചേർത്തെടുത്ത്, സെക്രട്ടറി ഹരിദാസ് ആലക്കൽ, ട്രഷറർ കെ. ധർമ്മപാലൻ, വൈസ് പ്രസിഡന്റുമാരായ മുരളീധരൻ കുന്നത്തുള്ളി, രവീന്ദ്രൻ കുറുവത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ, കെ. കൃഷ്ണമൂർത്തി എന്നിവർ നേതൃത്വം നൽകി. ശനിയാഴ്ച വൈകിട്ട് ഹാസിനി മാത്തൂരിന്റെ തായമ്പക, ഞായറാഴ്ച പള്ളിവേട്ട എന്നിവ നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ഉച്ചവാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.